നമസ്കാരം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ SLC റീവാലുവേഷന് അപേക്ഷിച്ച കുട്ടികളുടെ മുഴുവനും റിസൾട്ട് വന്നിട്ടില്ല എന്ന ഒരു ഗുരുതരമായ പ്രശ്നം നമുക്ക് ഈ റീവാലുവേഷൻ റിസൾട്ടിൽ ഉണ്ടായി എന്നതാണ് ഒരു വസ്തുതയായിട്ട്, ഒരു പരാതിയായിട്ട്. നിരവധി പരാതികൾ വന്നിട്ടുണ്ട് അത്തരത്തിൽ. അത് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഇത്രയും കുട്ടികളുടെ ഏകദേശം 5000-ഓളം കുട്ടികളുടെ പേപ്പറുകൾ മൂല്യനിർണ്ണയം റീവാലുവേഷൻ നടത്താതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടത്താതെ പോയി എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാ സത്യം. ഒന്നുകിൽ പരീക്ഷാ ഭവനിൽ നിന്ന് സെന്ററുകളിലേക്ക് അയച്ച നമ്പറുകൾ പൂർണ്ണമല്ലാതിരിക്കാം. പരീക്ഷാ ഭവൻ പറയുന്നത് സോഫ്റ്റ്വെയർ കംപ്ലൈന്റോ ക്ലറിക്കൽ എററോ ഒക്കെ ആണ് എന്നാണ്. അത് പരീക്ഷാ ഭവന്റെ വിശദീകരണം അത്തരത്തിലാണ്. എന്തു തന്നെയായാലും ഒരിക്കലും ഇത്തരത്തിലുള്ള എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ റീവാലുവേഷൻ ഇൻകംപ്ലീറ്റ് ആകുക, അത് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നെ തന്നെ വിളിച്ചിരുന്നു. 5 വിഷയം റീവാലുവേഷന് കൊടുത്തവർക്ക് റിസൾട്ട് വന്നു നോക്കുമ്പോൾ 3 വിഷയമുള്ളൂ. 3 വിഷയത്തിൽ 2 വിഷയം ചേഞ്ച് ആയില്ല, 1 വിഷയം ചേഞ്ച് ആയി. അപ്പൊ 3 വിഷയത്തിന്റെ റിസൾട്ടേ വന്നിട്ടുള്ളൂ. 3 വിഷയം റീവാലുവേഷന് കൊടുത്തയാൾക്ക് 1 വിഷയത്തിന്റെ റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ 2 വിഷയത്തിന്റെ റിസൾട്ട് വരാനുണ്ട്. 5 വിഷയം കൊടുത്തവർക്കും 2 വിഷയത്തിന്റെ റിസൾട്ട് വരാനുണ്ട്. ഈ തരത്തിലാണ് റീവാലുവേഷന്റെ റിസൾട്ട് വന്നത്. പ്രിന്റ് എടുക്കുമ്പോൾ കുട്ടികൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഈ പ്രിന്റ് എടുത്തപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയും, അദ്ദേഹത്തിനും ഒന്നും മനസ്സിലാവുന്നില്ല എവിടെയാണ് ശരിക്കും. അങ്ങനെയാണ് പരീക്ഷാ ഭവനിലേക്ക് പരാതി പോയി. പരീക്ഷാ ഭവൻ ഈ കാര്യം കൺവിൻസ് ചെയ്തു. എന്താണ് എവിടെയോ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പരീക്ഷാ ഭവന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. അത് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. റീവാലുവേഷനിലെ ടെക്നിക്കൽ എറർ ആയാൽ പോലും അത് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാകുമ്പോൾ അത് പ്രശ്നങ്ങളും പരാതികളും നിരവധിയായിട്ട് വരും. അപ്പൊ ഇപ്രാവശ്യമാണെങ്കിൽ പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അപേക്ഷകരുണ്ടായിരുന്ന ഒരു വർഷം ഈ വർഷം. ഏകദേശം 2.5 ലക്ഷത്തോളം അപേക്ഷകര് ഈ റീവാലുവേഷൻ ഉണ്ടായി. സാധാരണ അതൊരു 1-1.25 ലക്ഷം പേപ്പറുകളെ റീവാലുവേഷൻ ഉണ്ടാവുള്ളൂ. അതിപ്പോ ഇരട്ടി പേപ്പർ റീവാലുവേഷന് വന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിപ്പോയിരുന്നു. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഗ്രേഡ് കണ്ടമാനം കുറഞ്ഞു. A+ 60,000-ൽ നിന്ന് ഏകദേശം 30,514 A+ കിട്ടിയവരുടെ എണ്ണം കുറഞ്ഞു. അപ്പൊ A+ കിട്ടിയവര് ശരിക്കും കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് പറയുകയാണെങ്കിൽ പകുതിയായി. അതുപോലെ മറ്റ് ഗ്രേഡുകളിലും കുറവുണ്ടായി. അതുകൊണ്ടാണ് കുട്ടികള് ആശങ്കകളും ഒക്കെ കൂടിയത് കൊണ്ടാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഞാൻ എഴുതിയ ഉത്തരങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷെ എനിക്ക് വേണ്ടത്ര മാർക്ക് കിട്ടിയില്ല, പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ റീവാലുവേഷന് കൊടുത്ത അപ്ലിക്കൻസിന്റെയും എണ്ണം വളരെ കൂടുതലായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ അങ്ങനെ കൂടുതൽ വരുമ്പോ ഇപ്പോ 5000-ഓളം കുട്ടികൾക്കാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോ എൻ്റെ അടുത്ത് അതിന്റെ കൃത്യമായ കണക്കില്ല, പക്ഷെ ഏകദേശം പറയുന്നത് അങ്ങനെയാണ്. കുറെ കുട്ടികൾ മാത്രമാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കും അതിലൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞാൻ അവരോട് പറഞ്ഞത് ഹെഡ് മാസ്റ്റർ മുഖാന്തരം പരീക്ഷാ ഭവന് പരാതിയായിട്ട് മെയിൽ അയക്കാനാണ് പറഞ്ഞത്. എന്തായാലും പരീക്ഷാ ഭവന്റെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടുണ്ട്. ഇതിലിപ്പോ സംഭവിക്കാൻ സാധ്യതയുള്ള 2 കാര്യങ്ങളാ. ഒന്ന്, നമ്മൾ ഈ സാധാരണഗതിയിൽ ഒരു സ്കൂളിൽ റീവാലുവേഷന് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്റർ അത് കൺഫേം ചെയ്തിട്ട് ആ നമ്പറുകളൊക്കെ പരീക്ഷാ ഭവനിലേക്ക് അയക്കും. അതിനുശേഷം പരീക്ഷാ ഭവനിൽ നിന്ന് ഈ നമ്പറുകളെല്ലാം ഏത് ക്യാമ്പിലാണോ ഈ വാല്യുവേഷൻ നടന്നത് ആ ക്യാമ്പിലേക്ക് റീവാല്യുവേഷൻ നടക്കാൻ വേണ്ടി ഈ പേപ്പറുകളുടെ രജിസ്റ്റർ നമ്പറുകൾ മുഴുവനും അയച്ചു കൊടുക്കും പരീക്ഷാ ഭവനിൽ നിന്ന്. അപ്പോൾ ഹെഡ് മാസ്റ്റർ പരീക്ഷാ ഭവനിലേക്ക് അയക്കും. പരീക്ഷാ ഭവൻ
ബന്ധപ്പെട്ട വാല്യുവേഷൻ നടന്ന സെന്ററുകളിലേക്ക് അയക്കും. ആ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ പരീക്ഷാ ഭവനിൽ നിന്ന് മുഴുവൻ നമ്പറും സെന്ററുകളിലേക്ക് അയച്ചില്ല. അതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എൻ്റെ അഭിപ്രായത്തിൽ. അല്ലെങ്കിൽ പിന്നെ ക്യാമ്പ് ഓഫീസർമാർ ബന്ധപ്പെട്ട ക്യാമ്പിൽ നിന്ന് മാർക്കുകൾ അപ്ലോഡ് ചെയ്യുന്നതിൽ വീഴ്ച വന്നു, കംപ്ലീറ്റ് മാർക്കുകളും അപ്ലോഡ് ചെയ്തില്ല. അത് സാധിക്കുക, അത് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെയെങ്കിൽ ഒരു സെന്ററിൽ മാത്രമേ ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ, എല്ലാ സെന്ററുകളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷാ ഭവനിൽ നിന്ന് സെന്ററുകളിലേക്ക് രജിസ്റ്റർ നമ്പർ അയച്ചപ്പോൾ കംപ്ലീറ്റ് അയച്ചിട്ടുണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ് ഒരു നിഗമനമായിട്ട് നമുക്ക് പറയാൻ കഴിയും. കുട്ടികൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ പരീക്ഷാ ഭവൻ ഇന്ന് ഉച്ച കൊണ്ട്, ജൂൺ 15 ഇന്ന് ഉച്ചയ്ക്ക്, അതായത് തിങ്കളാഴ്ച ഉച്ച കൊണ്ട് ഈ പേപ്പറുകൾ വീണ്ടും റീവാല്യുവേഷൻ നടത്താനും മാർക്ക് അപ്ലോഡ് ചെയ്യാനും ക്യാമ്പ് ഓഫീസർക്ക് പരീക്ഷാ ഭവന്റെ അടിയന്തര നിർദ്ദേശം പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ റീവാല്യുവേഷൻ പ്രക്രിയ, അതായത് ഈ ഞാൻ പറഞ്ഞ 5000-ഓളം പേപ്പറുകളുടെ റീവാല്യുവേഷൻ റിസൾട്ട് വന്നിട്ടില്ല എന്നത് പറഞ്ഞ ആ പേപ്പറുകൾ വീണ്ടും മൂല്യനിർണ്ണയം നടത്താൻ നിർദ്ദേശിച്ചു. പരീക്ഷയിൽ റീവാല്യുവേഷൻ നടത്തി മാർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട ക്യാമ്പ് ഓഫീസർമാർക്ക് പരീക്ഷ ഭവൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ പ്രോസസ്സ് റീവാല്യുവേഷൻ വീണ്ടും നടത്തി മാർക്ക് അപ്ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നം അങ്ങനെ തീരും. പക്ഷെ കുഴപ്പം എവിടെയാന്ന് വെച്ചാൽ ഇത്രയും കുട്ടികളെ നമുക്കറിയാം, റീവാല്യുവേഷന്റെ റിസൾട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് അലോട്ട്മെന്റ് മിനിഞ്ഞാന്ന് വന്നു, അതായത് അത് റീവാല്യുവേഷന്റെ റിസൾട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ കുറെ പേര് റീവാല്യുവേഷന്റെ റിസൾട്ട് വരാത്തവര്, അവർക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെന്റിലുള്ള അവരുടെ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങളെയൊക്കെ വളരെ ഗൗരവത്തോടെ കാണാത്തതിന്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു എൻട്രിയിൽ ഇപ്പൊ മാർക്കുകൾ 5000 കുട്ടികളുണ്ടെങ്കിൽ 5000 കുട്ടികൾക്കും റീവാല്യുവേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ മാറ്റങ്ങൾ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അലോട്ട്മെന്റിൽ അവരുടെ ചാൻസ് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി അവർ സപ്ലിമെന്ററിയിൽ മാത്രമേ തിരുത്തൽ നടക്കുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ആനുകൂല്യം, ഇപ്പോ ഈ ഗ്രേഡ് മാറുന്നതിന്റെ ആനുകൂല്യം വരാനിരിക്കുന്നു, ഇപ്പൊ കുറച്ച് 5000-ഓളം പേപ്പറിന്റെ റിസൾട്ട് വരാനുണ്ടല്ലോ, അതിന്റെ ഗ്രേഡ് മാറുമ്പോൾ ആ കുട്ടികൾക്കുള്ള ആനുകൂല്യം സെക്കൻഡ് അലോട്ട്മെന്റിലെങ്കിലും കിട്ടുന്ന രീതിയിൽ ഈ ഏകജാലക സംവിധാനത്തിലെ ICT സെല്ല് അതിനനുസരിച്ച ഭേദഗതികൾ വരുത്തണം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ സാധാരണഗതിയിൽ ഫസ്റ്റിൽ ഒരു തിരുത്ത് വന്നാൽ പിന്നെ സെക്കൻഡും തേർഡും അത് അങ്ങനെ പോവുക ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെ പോരാ. ഫസ്റ്റ് കഴിഞ്ഞു, ഫസ്റ്റ് അലോട്ട്മെന്റ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡിലെങ്കിലും ഈ തിരുത്തൽ, റീവാല്യുവേഷനിൽ കുറച്ചുകൂടി ഗ്രേഡ് മാറിയ കുട്ടികൾക്ക് അലോട്ട്മെന്റിൽ, സെക്കൻഡ് അലോട്ട്മെന്റിൽ അതിന്റെ ആനുകൂല്യം കിട്ടാനുള്ള നടപടികൾ ഏകജാലക സംവിധാനത്തിലെ ICT സെല്ലും പരീക്ഷാ ഭവനും കൂടി സംയുക്തമായിട്ട് അത് നിർവഹിക്കണം. കുട്ടികളുടെ ചാൻസ് നഷ്ടപ്പെടരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇത് നമ്മൾ ഈ ഡയറക്ഷനൊക്കെ നമ്മൾ പരീക്ഷാ ഭവനും ഈ മെയിൽ അയച്ചിട്ടുണ്ട്, ഇന്ന പോലെ പ്രശ്നങ്ങളൊക്കെ എന്ന് അറിയിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ നന്നായിട്ട് പ്രതീക്ഷിക്കാം. കുട്ടികളെല്ലാം ലഭിക്കണം, എല്ലാം ശരിയാകും എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റിസൾട്ട് വരാത്തവർക്ക്, ഇപ്പോൾ 5 പേപ്പർ അപേക്ഷിച്ചിട്ട് 3 പേപ്പറിന്റെ റിസൾട്ട് മാത്രം വന്നവർക്ക് ഏറ്റവും അടുത്ത ദിവസം വിത്തിൻ 2 days റിസൾട്ട് വരും എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. അതിൻ്റെ സംവിധാനങ്ങളൊക്കെ പരീക്ഷ ഭവൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഓക്കെ, കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.